കാറ്റേ കുയിലൂതും കാറ്റേ കൂടെ വാ കൂടെ തുഴയാൻ വാ ആ വേമ്പനാട്ടുകായലിനു ചാഞ്ചാട്ടം തങ്കം. ഒന്നാം ട്രാക്കിൽ പടക്കുതിര, രണ്ടാം ട്രാക്കിൽ മാമൂലം, മൂന്നാം ട്രാക്കിൽ മൂന്നൈക്കൽ, നാലാം ട്രാക്കിൽ തുരുത്തിത്തറ. ഇരുട്ടുകുത്തി ഏകേഴ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആണ് നടക്കുന്നത്. വള്ളം ഏകദേശം ഈ ട്രാക്കിന്റെ മധ്യഭാഗത്തെത്തി കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇരുട്ടുകുത്തി വള്ളങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി വളരെ വേഗത്തിൽ പടയാളികളുമായി കാര്യം സാധിച്ച് തിരിച്ചു പോകുന്ന ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഒരു പടയാളികളെയും കൊണ്ടുപോകുന്ന ഒരു വള്ളമായിരുന്നു ഇരുട്ടുകുത്തി വള്ളം. അത് കാലക്രമത്തിൽ പേരുദോഷം ഉണ്ടാക്കുവാൻ ചില കൊള്ളക്കാരുമൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ള പേരുദോഷം പിടിച്ചാൽ ഇരുട്ടുകുത്തി വള്ളം വളരെ വേഗതയിൽ ഈ ജലപ്പരപ്പിലൂടെ വീട് മുറിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് തോന്നും ഈ വള്ളം ഇപ്പോൾ പൊങ്ങുമെന്ന് തോന്നും. കാര്യം കഷ്ടിച്ച ഒരു ഇഞ്ചം മാത്രമാണ് ഈ വള്ളത്തിന്റെ സൈഡ് ജലനിരപ്പിന് മുകളിൽ നിൽക്കുന്നത്. ഏത് സമയം നോക്കിയാൽ ഈ വള്ളം പൊങ്ങുമെന്നുള്ള പ്രതീതിയാണ് കാഴ്ചക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് 95% പൊങ്ങാറില്ല. അത്ര വേഗത്തിൽ ശബ്ദമുണ്ടാക്കാതെ വളരെ വേഗതയിൽ കടന്നു പോകുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങൾ, വടക്കലോടി വള്ളങ്ങൾ എന്ന പേരും കൂടി ഇതിലുണ്ട്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഏകയുടെ വള്ളങ്ങളുടെ ആ മുങ്ങിയ വള്ളത്തിന് ചുറ്റുപാടും കിടക്കുന്ന അധിക ബോട്ടുകൾ വടക്ക് നിന്ന് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം കടന്നു വരികയാണ്. 4 ട്രാക്കിലും വള്ളമുണ്ട്. ദയവ് ചെയ്ത് ആ റെസ്ക്യൂ ബോട്ടുകൾ ശ്രദ്ധിക്കണം. 4 ട്രാക്കിലും ഫൈനൽ മത്സരം കടന്നു വരികയാണ്. ആ വള്ളങ്ങൾ സൈഡിലേക്ക് മുങ്ങിയ വള്ളം പിടിച്ചു മാറ്റുന്ന മറ്റ് ബോട്ടുകൾ ദയവായി ശ്രദ്ധിക്കണം. പക്ഷേ മറ്റേ 3 വള്ളങ്ങൾ മാമൂടൻ, മൂന്നൈക്കൽ, തുരുത്തിത്തറ. ഇതിൽ രണ്ടാം ട്രാക്കിലുള്ള മാമൂടൻ മുന്നിലാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മൂന്നൈക്കലും തുരുത്തിത്തറയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം ട്രാക്കിലെ മാമൂടൻ ഏകദേശം ഒരു വള്ളപ്പാടത്തിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ മത്സരം നടക്കുന്ന 4 ട്രാക്കിലുള്ള മൂന്നൈക്കലും തുരുത്തിത്തറയും തമ്മിലാണ്. രണ്ടാം ട്രാക്കിലുള്ള മാമൂടൻ വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. രണ്ടാം ട്രാക്കിലുള്ള പടക്കുതിര ഞാൻ സൂചിപ്പിച്ചിന്റെ പേരുകൊണ്ട് വടക്കുതിരയാണെങ്കിലും നിലയ്ക്ക് മുന്നിട്ടുവാൻ കഴിയുന്നില്ല. വടക്കുതിരയ്ക്ക് ആവേശപ്പോൾ ആവുന്നതായി കാണുന്നില്ല. രണ്ടാം ട്രാക്കിലുള്ള മാമൂടൻ വളരെ വേഗത്തിൽ മുന്നിലെത്തിക്കുന്നു. ഇരുട്ട് കീറുന്നത് മറ്റു സൂചിപ്പിച്ചതുപോലെ ഈ പൊന്നമടക്കായുള്ള ഈ സ്വയം സ്ഥിതിയെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ തുടങ്ങി. ഇതാ മൂന്നാം ട്രാക്കിലൂടെയുള്ള മൂന്ന് വെഹിക്കൽ രണ്ടാമതായി എത്തിച്ചേർന്നിരിക്കുകയാണ്. നാലാം ട്രാക്കിലുള്ള തുരുത്തിത്തറ മൂന്നാം സ്ഥാനത്ത് ഏതാനും നിമിഷങ്ങൾ 3ാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. അവിടെ തുരുത്തിത്തറ 3ാം സ്ഥാനം, തുരുത്തിത്തറ 4ാം സ്ഥാനത്തേക്ക് പടക്കുതിരയും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരമായിരുന്നു നടന്നത്. മാമൂടനും തുരുത്തിത്തറയും മൂന്നതൈക്കനും വലിയ പണ്ടിനും തമ്മിലുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാമത് കടന്നുപോയി, രണ്ടാമത് മൂന്നതൈക്കൻ കടന്നുപോയി. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഇനിയും നടക്കേണ്ടത് വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരമാണ്. വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? അത് കോട്ടപ്പറമ്പനുണ്ട്, വെങ്ങാഴിയുണ്ട്, അമ്പലക്കടവനുണ്ട്, ആശാപുളിക്കക്കള്ളമുണ്ട്. കോട്ടപ്പറമ്പൻ, വെങ്ങാഴി, അമ്പലക്കടവൻ, ആശാ പുളിക്കക്കളം. ആരൊക്കെയാണ് ഇവിടെ തുഴയുന്നത് എന്നറിയണ്ടേ? ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് കോട്ടപ്പറമ്പൻ തുഴയുന്നത് 4ാം നമ്പർ വള്ളം, 22ാം നമ്പർ വള്ളം കോട്ടപ്പറമ്പന് ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നു. വേമ്പനാട് ബോട്ട് ക്ലബ്ബാണ് വള്ളമാണ് അത് തുഴയുന്നത്. ജയ്മോഹൻ പി ജിയാണ് അതിന്റെ ക്യാപ്റ്റൻ. 2ൽ മത്സരിക്കുന്നത് വെങ്ങാഴിയാണ്. 27ാം നമ്പർ വള്ളം കൈരളി ബോട്ട് ക്ലബ്ബ് മണിയാപറമ്പ് ആർപ്പൂക്കര വെസ്റ്റാണ് അത് തുഴയുന്നത്. KMB സുഭാഷാണ് അതിന്റെ ക്യാപ്റ്റൻ. 3ാം ട്രാക്കിൽ മത്സരിക്കുന്നത് 20ാം നമ്പർ വള്ളം അമ്പലക്കടവനാണ്. അംബേദ്കർ ബോട്ട് ക്ലബ്ബ് കരുനാഗപ്പള്ളി ആണ് അത് തുഴയുന്നത്. ശിവൻകുട്ടി ആണ് അതിന്റെ ക്യാപ്റ്റൻ. എങ്കില് 4ൽ മത്സരിക്കുന്നത് ആരാണ്? ആശാ പുളിക്കക്കളം. 24ാം നമ്പർ വള്ളം UBC കൈനകരി കുട്ടമംഗലത്തിന്റെ ചാക്കോ ക്യാപ്റ്റനായുള്ള
ആശാപുളിക്കക്കളം മത്സരിക്കുന്നു. അങ്ങനെ 1-ലും 2-ലും 3-ലും 4-ലും പൊരിഞ്ഞ പ്രകടനം കാഴ്ചവെക്കുന്ന 4 വള്ളങ്ങൾ അമ്പലക്കടവനും കോട്ടപ്പറമ്പനും വേങ്ങാഴിയും ആശാപുളിക്കക്കളവും തമ്മിലുള്ള അത്യുജ്വലമായ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ആവേശത്തിന്റെ നിമിഷങ്ങളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 4-ാം ട്രാക്കിലുള്ള വള്ളം UBCയുടെ ആശാപുളിക്കക്കളം അല്പം മുൻപിലേക്ക് കുതിക്കുന്നു. ഇല്ല, വള്ളപ്പാടുകളുടെ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. ആശാപുളിക്കക്കളം മുൻപിലേക്ക് കുതിക്കുന്നു. എന്തൊരു വരവ്, എന്തൊരു ഇടിപ്പൻ പ്രകടനം! ആവേശത്തിന്റെ നിമിഷങ്ങളിൽ അത്യുച്ചകോടിയിലുള്ള ജലോത്സവത്തിന്റെ കിടിലൻ പ്രകടനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജലോത്സവം ഇതാ ഇഞ്ചോടിഞ്ച് ഒരിഞ്ഞു പോരാടുകയാണ്. 4-ലെ ആശാപുളിക്കക്കളം മുന്നിലോട്ട് കുതിക്കുന്നു. 2-ലെ കോട്ടപ്പറമ്പൻ മുന്നിലോട്ട് കുതിക്കുന്നു. ഇല്ല, ആശാപുളിക്കക്കളം തന്നെ UBCയുടെ 24-ാം നമ്പർ വള്ളം ആശാപുളിക്കക്കളം കുതിക്കുകയാണ്. 4-ാം ട്രാക്കിലൂടെ ആവേശം ഇരതല്ലുന്ന ഈ കായൽ ഓളപ്പരമ്പിന് എത്ര സുന്ദരമായ നിമിഷങ്ങൾ! ആശാപുളിക്കക്കളം ഇതാ കടന്നു വരുന്നു. 24-ാം നമ്പറിലെ വള്ളം UBC കൈനകരിയുടെ ആശാപുളിക്കക്കളം ഒന്നാമതായി കടന്നു പോകുന്നു. രണ്ടാമതായി ആര് കടന്നു വരുന്നു? അതാണ് കാണേണ്ട കാഴ്ച. UBC രണ്ടാമതായി ഇവിടെ 2 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം എന്തൊരു വരവ്! അത് ജഡ്ജസാണ് വിധി പറയേണ്ടത്. 1-ലും 3-ലും തമ്മിലുള്ള വള്ളങ്ങൾ അതിഗംഭീരമായി തുഴഞ്ഞു. ഇതാ 1-ാം ട്രാക്കിലുള്ള വള്ളം ഇതാ തുഴഞ്ഞു വരുന്നേ ഉള്ളൂ. ആവേശത്തിന്റെ നിമിഷങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് ആർപ്പുകളിയുടെ താളം മുഴക്കിക്കൊണ്ട് ഇതാ 59ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വെപ്പ് എ ഗ്രേഡിന്റെ പ്രാഥമിക മത്സരം കഴിഞ്ഞു, ഫൈനൽ മത്സരം കഴിഞ്ഞു. ഇവിടെ അതിൽ ആശാപുളിക്കക്കളം UBCയുടെ ആശാപുളിക്കക്കളം ഒന്നാമത് കടന്നുപോയി. ഇനിയും അടുത്ത മത്സരം നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. ഈ ഫൈനൽ തേർഡ് ലൂസേഴ്സിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അത് കാണേണ്ട കാഴ്ചയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളിൽ 4-ാം സ്ഥാനത്തെത്തിയ വള്ളം കുളുങ്കുന്ന്, വെള്ളംകുളങ്ങര, നായാപറമ്പ്, അലിയരിവാഞ്ചി, ആലപ്പാട് 4 ചുണ്ടൻ വള്ളങ്ങൾ. ഇവിടെ ആരൊക്കെയാണ് തേർഡ് ലൂസേഴ്സിൽ ഈ വള്ളങ്ങളെ നയിക്കുന്നത്? 1-ാം ട്രാക്കിൽ തേർഡ് ലൂസേഴ്സിൽ 1-ാം ട്രാക്കിൽ മത്സരിക്കുന്നത് ആരാണ്? അത് തേർഡ് ലൂസേഴ്സ് 1-ൽ മത്സരിക്കുന്നത് കുളുങ്കുന്നാണ്. 64-ലും 67-ലും 69-ലും 71-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കുളുങ്കുന്ന് 4 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള വള്ളം. പിന്നെ അത് തുഴയുന്നതാരാണ്? കാവാലം ബോട്ട് ക്ലബ്ബാണ്. 54-ലും 56-ലും 56-ൽ പൊങ്ങയുമായിട്ട് ട്രോഫി പങ്കിട്ടു. 60-ൽ നെപ്പോളിയനിൽ പങ്കിട്ടു. 62-ൽ നെഹ്റു ട്രോഫി. എങ്ങനെ 4 തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ടീമാണ്. അത്ര കണ്ട ആവേശത്തിന്റെ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്ന 4 വള്ളങ്ങൾ ഒരിപ്പൻ പ്രകടനം കാഴ്ചവെക്കുകയാണ്. ആവേശത്തിന്റെ നിമിഷങ്ങളിലുള്ള തേർഡ് ലൂസേഴ്സിന്റെ ആരാണ് ഇവിടെ വിജയിക്കുക? ആരാണ് ഇവിടെ വിജയിക്കുക? അതാണ് കാണേണ്ട കാഴ്ച. തേർഡ് ലൂസേഴ്സിൽ കുളുങ്കുന്ന്, അതുപോലെ തന്നെ ആലപ്പാട് പുത്തൻചുണ്ടൻ, അതുപോലെ തന്നെ ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, വെള്ളംകുളങ്ങര, അങ്ങനെ 4 വള്ളങ്ങൾ മത്സരത്തിൽ തേർഡ് ലൂസേഴ്സിൽ ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം സ്ഥാനത്തെത്തിയവരുടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് അഡ്വക്കേറ്റ് കാവാലി കൈമാറും. മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുളിക്കുന്ന്, ജൂനിയർ CBC കൊട്ടാരം നയിക്കുന്ന വെള്ളംകുളങ്ങര, ആയാപറമ്പ് വലിയ ദിവാഞ്ചി CBC ആലപ്പാട് പുത്തൻചുണ്ടൻ ദേവമാത ചേന്നങ്കേരി. ഇതിൽ ചരിത്രം നയിച്ച വള്ളങ്ങളാണ് പുളിങ്കുന്നും വെള്ളംകുളങ്ങരയും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും ആലപ്പാട് പുത്തൻചുണ്ടനും. ഈ 4 ചുണ്ടൻ വള്ളങ്ങളും ഒരിക്കലെങ്കിലും നെഹ്റു ട്രോഫി നേടിയതാണ്. കാവാലം ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 1954, 56, 58, 60, 62 വർഷങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ക്ലബ്ബാണ് കാവാലം ബോട്ട് ക്ലബ്ബ്. അവർ നയിക്കുന്ന പുളുങ്കുന്ന് ചുണ്ടനാണെങ്കിൽ 1966-ലും 67-ലും 69-ലും 71-ലും നെഹ്റു ട്രോഫി നേടിയ പുളുങ്കുന്ന് ചുണ്ടൻ 1-ാം ട്രാക്കിൽ കൂടി കടന്നു വരുന്നു. വെള്ളംകുളങ്ങര പഴയ നെപ്പോളിയൻ, അതായത് നെഹ്റു ട്രോഫിയിൽ ആദ്യമായി ഹാട്രിക്ക് നേടിയ പഴയ നെപ്പോളിയൻ വള്ളമാണ് വെള്ളംകുളങ്ങര. ആ വെള്ളംകുളങ്ങര 1988-ലും 2001-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. അതിനു മുമ്പ് 57-ലും 58-ലും 59-ലും മുത്തമിട്ടു. ആയാപറമ്പ് വലിയ ദിവാഞ്ചി 1979-ലും 1981-ലും നെഹ്റു ട്രോഫി നേടി. ആയാപറമ്പ് 4-ാം ട്രാക്കിൽ കൂടി വരുന്ന ആലപ്പാട് പുത്തൻചുണ്ടൻ 1997-ലും 99-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. ഈ വള്ളങ്ങളൊന്നും തന്നെ മോശമല്ല, ബോട്ട് ക്ലബ്ബുകളും മോശമല്ല. ഈ പുന്നമടക്കായലിനെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് പുന്നമടക്കായലിൽ ആവേശത്തിന്റെ അലയൊലികൾ മുഴക്കിക്കൊണ്ട് 1-ാം ട്രാക്കിൽ കൂടി കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുളിങ്കുന്നും
രണ്ടാം ട്രാക്കിൽ കൂടി ജൂനിയർ CBC നയിക്കുന്ന വെള്ളക്കുളങ്ങരയും പഴയ നെപ്പോളിയൻ യൂറോപ്പിലെ കിടുകിട ഉറപ്പിച്ച 5 അടി 3 ഇഞ്ച് പൊക്കമുള്ള മനുഷ്യനായ നെപ്പോളിയൻ ചക്രവർത്തിയുടെ പേരിലുള്ള നെപ്പോളിയൻ വെള്ളം രൂപം മാറ്റി ഭാവം മാറ്റി വെള്ളംകുളങ്ങരയായി ഈ പുന്നമടക്കായലിൽ കടന്നു വരുന്നു. ആയാവറമ്പ് വലിയ ദിവാഞ്ചി, ആലപ്പുഴയുടെ ശില്പി രാജാ കേശവദാസിന്റെ പേരിലുള്ള വലിയ ദിവാഞ്ചി. 4ാം ട്രാക്കിൽ കൂടി ആലപ്പാട് പുത്തൻചുണ്ടൻ 97ലും 99ലും നെഹ്റു ട്രോഫി നേടിയ ആലപ്പാട് പുത്തൻചുണ്ടൻ ഈ 1059ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ നെഹ്റു ട്രോഫി മത്സരത്തിൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ 1ാം ട്രാക്കിൽ കൂടി കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുളിങ്കുന്നും 2ാം ട്രാക്കിൽ കൂടി വെള്ളംകുളങ്ങരയും 3ാം ട്രാക്കിൽ കൂടി ആയാവറമ്പ് വലിയ ദിവാഞ്ചിയും 4ാം ട്രാക്കിൽ കൂടി ആലപ്പാട് പുത്തൻചുണ്ടനും കരിതാകങ്ങളെ പോലെ ചീറിപ്പായുകയാണ്. ഈ മാച്ചിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ പിന്നോട്ട് നോക്കാതെ ഇതിലെങ്കിലും തങ്ങൾക്ക് ജയിക്കണമെന്നുള്ള ആ വാശിയോടുകൂടിയാണ് മുന്നോട്ട് വരുന്നത്. 8ാം നമ്പർ വള്ളം, അതായത് 1ാം ട്രാക്കിൽ കൂടി പുളിങ്കുന്നും 2ാം ട്രാക്കിൽ കൂടി വെള്ളംകുളങ്ങരയും 3ാം ട്രാക്കിൽ കൂടി ആയാവറമ്പും 4ാം ട്രാക്കിൽ കൂടി ആലപ്പാട് പുത്തൻചുണ്ടനെയും കരിനാഗങ്ങളെ പോലെ ശരങ്കണക്ക് ചീറി വരുമ്പോൾ പുളിങ്കുന്ന് ചുണ്ടൻ വെള്ളം കാവാലം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പുളിങ്കുന്നാണോ അല്പം മുന്നിൽ. അതാണ് പുളിങ്കുന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 54ലും 56ലും 58ലും 60ലും 62ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുളിങ്കുന്ന് ചുണ്ടൻ 66, 67, 71 വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ പുളിങ്കുന്ന് ചുണ്ടൻ. ഈ പുളിങ്കുന്ന് ചുണ്ടിയൻ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുളിങ്കുന്ന് ചുണ്ടൻ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ 1ാം സ്ഥാനത്തെത്തി. അങ്ങനെ പിന്നീട് വെള്ളംകുളങ്ങരയും ആയാവറമ്പ് വലിയ ദിവാഞ്ചിയും ആലപ്പാടും തമ്മിലുള്ള മത്സരം 2ാമത് വെള്ളംകുളങ്ങര കടന്നു വരുന്നു, 3ാമത് ആയാവറമ്പ് കടന്നു വരുന്നു, 4ാം ട്രാക്കിലുള്ള ആലപ്പാടിനും കടന്നു വരുന്നു. 1ാം തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ 1ാം ട്രാക്കിൽ കൂടി കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുന്നമട നെഹ്റു ട്രോഫിയിൽ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി മത്സരത്തിൽ വിജയത്തിന്റെ വീരകാസ്യങ്ങൾ അനവധി രചിച്ചിട്ടുള്ള കാവാലം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുളിങ്കുന്ന് ചുണ്ടൻ 1ാമതായി ഫിനിഷ് ചെയ്തു. 2ാമതായി വെള്ളംകുളങ്ങരയും 3ാമതായി ആയാവറമ്പും 4ാമതായി ആലപ്പാട് പുത്തൻചുണ്ടനെയും ഫിനിഷ് ചെയ്തു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഫലം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നതെങ്കിലും കാവാലം ബോട്ട് ക്ലബ്ബ് നയിച്ച പുളിങ്കുന്ന് ചുണ്ടൻ 1ാമതായി ഏകദേശം വള്ളപ്പാടുകൾക്ക് മുന്നിലായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. അങ്ങനെ തേർഡ് ലൂസേഴ്സ് ഫൈനലിന്റെ മത്സരം അവസാനിച്ചു. ഇനിയും നടക്കാനുള്ളത് ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുന്നത് 2011 നെഹ്റു ട്രോഫി ആർക്ക് എന്നുള്ള മത്സരം ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. 1ാം ട്രാക്കിൽ കൂടി ആനാരി പുത്തൻചുണ്ടൻ പിറവം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ആനാരി പുത്തൻചുണ്ടനും 2ാം ട്രാക്കിൽ കൂടി കരുവാറ്റ പുത്തൻചുണ്ടനും 3ാം ട്രാക്കിൽ കൂടി ചെറുതനയും 4ാം ട്രാക്കിൽ കൂടി കരുവാറ്റ ശ്രീവിനായകൻ കടന്നു വരുന്നു. ഈ 4 വള്ളങ്ങളും ഏകദേശം ഉപദ്രവമാണെങ്കിലും ആനാരി പുത്തൻചുണ്ടൻ കുറച്ച് മുന്നിലാണെന്ന് തോന്നുന്നു. ഏകദേശം ഈ മഞ്ഞ് കണങ്ങൾ തെറിപ്പിച്ച് വെള്ളത്തുള്ളികൾ കൊണ്ട് മഞ്ഞ് കണങ്ങൾ തെറിപ്പിച്ച് കടന്നു വരുന്നത് പോലെ കരുനാഗങ്ങളെ പോലെ ഈ 4 ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരികയാണ്. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരിക്കുന്ന 1ാം ട്രാക്കിൽ ആനാരി, 2ാം ട്രാക്കിൽ കരുവാറ്റ, 3ാം ട്രാക്കിൽ ചെറുതന, 4ാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ. ഈ തുടർന്നുള്ള ദൃക്സാക്ഷി നൽകാൻ വേണ്ടി ശ്രീ ചമ്പക്കുളം ജോലിക്ക് ഞാൻ കൈമാറും. താങ്ക് യു മിസ്റ്റർ. ഈസി കുക്കിനൊപ്പം കിടിലൻ ഓണസമ്മാനം 990 രൂപ